ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിത മേഖലകളിലെ ഇന്നത്തെ തിരച്ചിൽ അവസാനിച്ചു. പ്രത്യേക സോണുകളിലായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചായിരുന്നു ഇന്നത്തെ പരിശോധന. ഇന്ന് ഒരു മൃതദേഹവും 3 ശരീരഭാഗങ്ങളും സംസ്കരിച്ചു. ഭാഗികമായിരുന്നു ഇന്നത്തെ തെരച്ചിൽ. മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തിയത്. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തോട് ചേർന്ന പ്രദേശങ്ങളിലും പ്രത്യേക ദൗത്യ സംഘം തെരച്ചിൽ നടത്തി. 6 പഞ്ചായത്തുകളിലെ എല്ലാ വില്ലേജുകളിലും ഓരോ വാഹനത്തിൽ പ്രത്യേക സംഘം രാവിലെ മുതൽ പരിശോധന നടത്തി വരികയാണ്. വൈകുന്നേരമാകുമ്പോഴേക്കും ഇനി പുനരധിവസിപ്പിക്കാനുള്ള പോകേണ്ട വാഹനങ്ങൾ എത്ര, അതിൽ എത്ര എത്ര വീടുകൾ, അതിലെത്ര ഏതെല്ലാം ഉപകരണങ്ങൾ എന്നതിനെ സംബന്ധിച്ച് അന്തിമമായിട്ടുള്ള ഒരു ധാരണയുണ്ടാകും. ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘത്തിന്റെ ദുരിതബാധിത മേഖലകളിലുള്ള പഠനം തുടരുകയാണ്. ഇന്നലെ നടത്തിയ പരിശോധനയിൽ മണ്ണിന്റെയും പാറയുടെയും സാമ്പിളുകൾ സംഘം ശേഖരിച്ചു. ഉരുൾപൊട്ടി വന്ന ജലത്തിന്റെ ഒഴുക്ക് 2 ഇടങ്ങളിൽ തടസ്സപ്പെട്ടതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചതെന്നാണ് സംഘത്തിന്റെ വിലയിരുത്തൽ. പുനരധിവാസത്തിനായി പരിഗണിക്കുന്ന ഭൂമിയും വിദഗ്ധ സംഘം പരിശോധിക്കും. അതിനിടെ ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ മേഖലയിലേക്ക് കടക്കാൻ സൈന്യം നിർമ്മിച്ച താൽക്കാലിക നടപ്പാലം പൊളിച്ചു നീക്കി. ഇന്നലെ പുന്നപ്പുഴയിലെ വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ പാലം ഭാഗികമായി തകർന്നിരുന്നു. ദുരന്തബാധിതർക്കായി വാടക വീടുകൾ ഒരുക്കുന്ന കാര്യത്തിൽ നടപടികൾ ദ്രുതഗതിയിൽ നടക്കുന്നതായി റവന്യൂ മന്ത്രി വ്യക്തമാക്കി. റിപ്പോർട്ടർ, വയനാട്.